എൻ മാർഗമേ എൻ ജീവനേ, എൻ മാർഗമേ എൻ ജീവനേ, എല്ലാമാവും പുകഴ്ത്തുന്ന സ്നേഹസാരമേ ദൈവമേ. അരികിൽ വരേണേ, അഭയം തരണേ, എൻ മാർഗമേ എൻ ജീവനേ, എൻ മാർഗമേ എൻ ജീവനേ, എല്ലാമാവും പുകഴ്ത്തുന്ന സ്നേഹസാരമേ ദൈവമേ. തേടി തേടി വന്നവൻ, കൃപകൾ ചൊരിയുവാൻ ചാരെ നിന്നവൻ, ആകെ മോദമായി തേടി വന്നവൻ, കൃപകൾ ചൊരിയുവാൻ ചാരെ നിന്നവൻ, എൻ്റെ നാഥൻ മനസ്സിൽ നിറയും ദൈവമേ, എന്നെ അറിയും ദൈവമേ നായക.
കർത്താവിന്റെ സംരക്ഷണം. അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തിയുടെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എന്റെ സങ്കേതവും എന്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവം എന്ന് പറയാം. അവിടുന്ന് നിന്നെ വേടന്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. തന്റെ തൂലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയമായിരിക്കും. രാത്രിയിലെ ഭീകരതയെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. നിന്റെ പാർശ്വങ്ങളിൽ 1000 മരിച്ചു വീണേക്കാം, നിന്റെ വലതുവശത്ത് 10,000. എങ്കിലും നിനക്ക് ഒരനർത്ഥവും സംഭവിക്കുകയില്ല. ദുഷ്ടന്റെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതയിൽ നീ വാസമർപ്പിച്ചു. നിനക്ക് ഒരു തിന്മയും ഭവിക്കുകയില്ല. സുന്ദരം എത്ര മനോഹരം എത്ര മഹോന്നതമി ജന്മം ഇതു ദൈവത്തിൻ ദാനം സ്നേഹത്തിൻ ദാനം സ്വർഗീയ താതന്റെ മോഹന സ്വപ്നം എത്ര സുന്ദരം എത്ര മനോഹരം എത്ര മഹോന്നതമി ജന്മം ഇതു ദൈവത്തിൻ ദാനം സ്നേഹത്തിൻ ദാനം സ്വർഗീയ താതന്റെ മോഹന സ്വപ്നം.
സ്വർഗീയ താതന്റെ മോഹന സ്വപ്നം. എത്ര സുന്ദരം, എത്ര മനോഹരം, എത്ര ദിവ്യയുടെയും ലിജോയുടെയും ജീവിതത്തിലെ തീരുമാനമെടുക്കുന്ന ഒരു അവസരമാണിത്. അവരുടെ ജീവിതത്തെ അവർ തീരുമാനിക്കുകയാണ്. ഇനി മുതൽ അവരുടെ വിവാഹ ജീവിതം അവർ നയിച്ചോളാൻ അവർ കർത്താവ് എടുക്കുന്ന ഒരു തീരുമാനമാണിത്. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും ഒരു നിമിഷം കണ്ണുകളടച്ച് കൈകൾ കൂപ്പി ലിജോയിനെയും ദിവ്യയെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സർവ്വസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അനുഗ്രഹസമ്പന്നനായ ദൈവമേ, വിവാഹമെന്ന കൂദാശ വഴി പരസ്പരം ബന്ധിതരാകുവാനുള്ള ആഗ്രഹവും സന്നദ്ധതയും പരസ്യമായി പ്രഖ്യാപിക്കുവാൻ അങ്ങയുടെ സന്നിധിയിൽ നിൽക്കുന്ന ലിജോയെയും ദിവ്യയെയും കാരുണ്യപൂർവ്വം തൃക്കൺ പാർക്കണമേ. അങ്ങയുടെ മഹത്വത്തിനു വേണ്ടി അവരെടുത്തിരിക്കുന്ന ഈ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാനുള്ള ശക്തി അവർക്ക് പ്രദാനം ചെയ്യണമേ. വിവാഹ ജീവിതത്തിൻ്റെ മാഹാത്മ്യം മനസ്സിലാക്കുവാനും ആ ജീവിതത്തിനു വേണ്ടി സ്വയം വിശദീകരിക്കുവാനും ഇവരെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ലിജോ, ദിവ്യ, നിങ്ങൾ വിവാഹിതരാകാൻ ആഗ്രഹിക്കുന്നത് സ്വമനസാലയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ആ വിവരം പരസ്യമായി അറിയിക്കുവാനുള്ള ഒരവസരം തിരുസഭ നിങ്ങൾക്ക് നൽകുകയാണ്. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി നൽകിക്കൊണ്ട് നിങ്ങളുടെ മനോഗതം നിങ്ങൾക്ക് നടന്നു. ലിജോ, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയുമനുസരിച്ച് ഈ നിൽക്കുന്ന ദിവ്യയെ എൻ്റെ ഭാര്യയായി സ്വീകരിക്കുവാൻ സമ്മതമാണ്. ദിവ്യ, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയുമനുസരിച്ച് ഈ നിൽക്കുന്ന ലിജോയെ എൻ്റെ ഭർത്താവായി സ്വീകരിക്കുവാൻ സമ്മതമാണ്. നമ്മളീ ദിനസാക്ഷിയാണ്. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടെ വേണ്ടി കർത്താവിനെ ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കാം. പേടിയ നിയമങ്ങളനുസരിച്ച് ജീവിക്കുവാൻ ആശ്ലേഷിക്കുവാൻ പോകുന്ന ജീവിതസ്ഥിതിയിൽ ആത്മസംതൃപ്തി കണ്ടെത്തുവാൻ ജീവിതത്തിന്റെ കടമകൾ ശരിക്കും മനസ്സിലാക്കുവാനും അതനുസരിച്ച് ജീവിതം ക്രമീകരിക്കുവാനും പരിത്യാഗം വഴി ജീവിതത്തെ സജ്ജമാക്കുവാനും നമുക്ക് സമാധാനം. പ്രത്യേക വരം നൽകപ്പെടുന്നവർക്കല്ലാതെ വിവാഹ ജീവിതം വിജയപ്രദമായി നയിക്കുവാൻ സാധ്യമല്ലെന്ന് അരുളിച്ചെയ്ത കർത്താവേ, അങ്ങയുടെ സ്വർഗീയ ചൈതന്യം പ്രതീക്ഷ നിൽക്കുന്ന ഈ നിയുക്ത വധുവരന്മാരെ തൃക്കൺ പാർക്കണമേ. ജീവിതത്തിന് എല്ലാ ദിവസവും തുണയും സംഗീതം നൽകിയവരെ നയിക്കുമാറാകണമേ. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പ്രത്യേകമായി വരട്ടിമുത്തിയുടെ മാധ്യസ്ഥവും സഹായവും ഈ നിയുക്ത വധുവരന്മാരോടുകൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അനന്തമായ സ്നേഹം മുഴുവൻ എനിക്കു വേണ്ടി നൽകി, മധുരമേറും തിരുമൊഴിയോടെ അരികിലെൻ്റെ ഈശോ. അനന്തമായ സ്നേഹം മുഴുവൻ എനിക്കു വേണ്ടി നൽകി, മധുരമേറും തിരുമൊഴിയോടെ അരികിലെൻ